അതിമഹത്തായ ഈ പരിപാടിയുടെ ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജേഷ് കുമാർ സാർ, മുഖ്യപ്രഭാഷകൻ പ്രിയ ഗുരുനാഥൻ ശ്രീ മുഹമ്മദ് മുസ്തഫ സാർ, വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയപ്പെട്ട പ്രഭാഷക സുഹൃത്തുക്കളെ, മഹത് വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നമസ്കാരം. മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾക്കാണ് ഒഴുക്കും ശക്തിയും എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വളരെ വാസ്തവം തന്നെയാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു മുളവിത്ത് നട്ട് വെള്ളമൊഴിച്ചു, വളം നൽകി, അത് വളരുന്നത് നോക്കിയിരുന്നു. കുറച്ച് ദിവസങ്ങൾ അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. 1 വർഷം കഴിഞ്ഞു, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. 2 വർഷം കഴിഞ്ഞു, ഒന്നുമില്ല. 3 വർഷം കഴിഞ്ഞു, ഒന്നുമില്ല. അയാൾ വളരെ നിരാശനായി. എങ്കിലും വെള്ളമൊഴിക്കലും മണ്ണ് സംരക്ഷിക്കലും ഒക്കെ തുടർന്നു. ഒടുവിൽ 5-ാം വർഷം അയാളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മുളവിത്ത് വെറും 6 ആഴ്ചയ്ക്കുള്ളിൽ 90 അടി ഉയരത്തിലെത്തിയിരിക്കുന്നു. അയാൾ അത്ഭുതപ്പെട്ടു പോയി, ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ഒരുപാട് പേരോട് അന്വേഷിച്ചു. അപ്പോൾ ജ്ഞാനിയായ ഒരു മനുഷ്യൻ പറഞ്ഞു, ഈ കഴിഞ്ഞ 5 വർഷം അത്രയും അത് മണ്ണിനടിയിൽ വേര് ആഴ്ത്തുകയായിരുന്നു എന്ന്. അതെ, അങ്ങനെ തന്നെയാണ്. ആഴത്തിൽ വേരോടിയാൽ മാത്രമേ ഉയരത്തിൽ വളരാനാവുകയുള്ളൂ. നമ്മുടെ പ്രസംഗത്തെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. ആഴത്തിലുള്ള അറിവുകൾ വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ചിന്തകൾ ഉണ്ടാവുകയുള്ളൂ. ആ ചിന്തകളിൽ നിന്നും വളരെ ഹൃദ്യമായ, മറ്റുള്ളവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന ഒരു പ്രസംഗം കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒഴുക്ക് എന്ന് പറയുന്നതും അതുതന്നെയാണ്. ആഴത്തിലുള്ള മനസ്സിലാക്കലിൽ നിന്നാണ് ഒഴുക്കുണ്ടാകുന്നത്. ആത്മവിശ്വാസത്തിൽ നിന്നാണ് ഒഴുക്കുണ്ടാകുന്നത്. പ്രാക്ടീസിൽ നിന്നാണ് ഒഴുക്കുണ്ടാകുന്നത്. ഞാൻ 3ാമത് പറഞ്ഞ ആ വാക്കിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്നത്. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ആൻഡ് എക്സ്ട്രാ ഓർഡിനറി. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണല്ലോ പറയുന്നത്. നമ്മളിങ്ങനെ നമ്മുടെ വാളുകൾ മൂർച്ച കൂട്ടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഭയം ഇല്ലാതാക്കാൻ നമ്മൾ ഭയപ്പെടുന്നത് ചെയ്തുകൊണ്ടേയിരിക്കണം. കവിയും ദാർശനികനുമായ റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭയപ്പെടുന്നത് ചെയ്തുകൊണ്ടേയിരിക്കുക, അപ്പോൾ നിശ്ചയമായും ആ ഭയത്തിൻ്റെ മരണം ഉറപ്പാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നമ്മുടെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കുക. ഇതിന് ഇത്രയും മനോഹരമായ ഒരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? പ്രാക്ടീസ് ചെയ്യാൻ ഇത്രയുമേറെ സൗകര്യം കൊടുക്കുന്ന വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് ബ്രിട്ടീഷ് അക്കാഡമിയെ പോലെ, സ്പീക്ക് ആൻഡ് ഷൈനെ പോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും അതിൽ നിന്നും ഒരുപാട് പേർ മടിച്ചു നിൽക്കുന്നുണ്ട്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. ആ ഒഴുക്കിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ നമ്മളിങ്ങനെ വേദിയിൽ കയറി വാക്കുകൾ തുടങ്ങാൻ പ്രയാസപ്പെടുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ മനസ്സിൽ ഒരുപാട് ആശയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട്. നമ്മളെല്ലാവരും ഈ ഒരു പ്രസംഗ പരിശീലനത്തിന് ചേർന്നത് തന്നെ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ്. ഞാനും അങ്ങനെ തന്നെയായിരുന്നു.
ഒരു വാചകം പോലും മുഴുമിച്ച് പറയാൻ, ഞാൻ ആദ്യം എൻ്റെ പരിചയപ്പെടുത്തലിൽ ഞാൻ പറഞ്ഞു, ഒരു വാചകം പോലും മുഴുമിച്ച് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട് ഞാൻ അതിൽ നിന്നും ഒട്ടേറെ മാറിയിട്ടുണ്ടെന്ന്. അത് തീർച്ചയായിട്ടും എൻ്റെ പ്രാക്ടീസ് കൊണ്ട് തന്നെയാണ് എനിക്കത് സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നമ്മളിങ്ങനെ കിട്ടുന്ന ഒരവസരവും അതിനെ ഏറ്റവും നല്ല തലത്തിൽ തന്നെ ഉപയോഗിക്കേണ്ടത് നമ്മുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഈ ചിന്താഭരിതമായ ഈ സെഷൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.